ഫസ്റ്റ് സെം മേജർ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ സെക്ഷൻ ബി ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്രിട്ടിക്കലി അസസ് വേരിയസ് മാനേജറിയൽ റോൾസ് ഐഡൻറ്റിഫൈഡ് ബൈ ഹെൻറി മിൻസ്ബർഗ്. ഹെൻറി മിൻസ്ബർഗ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മാനേജറിയൽ റോൾസ് എന്തൊക്കെയാണ്, അത് ഒന്ന് അസസ് ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ മിൻസ്ബർഗ് ഇതിനെ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ദ മാനേജർ ഒക്യുപ്പൈസ് ദ സെൻട്രൽ പൊസിഷൻ ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് സർട്ടൻ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ വിത്തിൻ ഹിസ് ഓർഗനൈസേഷൻ. ഒരു മാനേജർ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണോ ആ ഓർഗനൈസേഷനുള്ളിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ്റെ മൂവ്മെൻറ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷണൽ റോളാണ് ആർക്കുണ്ടാവുക, മാനേജർ ഒക്യുപ്പൈ ചെയ്യുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മാനേജർ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ ഒരു സെൻട്രൽ പൊസിഷനിലായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് റോൾസ് അവിടെ ഉണ്ട് എന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി മിൻസ്ബർഗിൻ്റെ തിയറി പ്രകാരം പറയുന്നത് മെയിനായിട്ട് മാനേജേഴ്സ് 3 പ്രൈമറി റോൾസാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പറയുന്നത് ഇൻ്റർപേഴ്സണൽ റോൾസ് ആണ്, രണ്ടാമത്തെ ഇൻഫോർമേഷണൽ റോൾസ്, മൂന്നാമത്തേത് ഡിസിഷണൽ റോൾസ്. ഇൻ്റർപേഴ്സണൽ റോൾ നമുക്കൊന്ന് നോക്കാം. ദിസ് റോൾ റിലേറ്റഡ് ടു ഹിസ് കോണ്ടാക്ട്സ് ആൻഡ് ഡീലിങ്സ് വിത്ത് അതർ പീപ്പിൾ. മാനേജറും മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള കോണ്ടാക്റ്റുകളെയും ഡീലിങ്ങുകളൊക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന റോളിനെയാണ് ഇൻ്റർപേഴ്സണൽ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റോളിൻ്റെ അണ്ടറിൽ തന്നെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോള് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി അതായത് ഇതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഫിഗർ ഹെഡ് റോളാണ്, ദെൻ ലീഡർഷിപ്പ് റോൾ ആൻഡ് ലൈസൺ റോൾ. അടുത്തതായിട്ട് ഇൻഫോർമേഷണൽ റോൾ നോക്കാം. ഇൻ ദിസ് റോൾ മാനേജർ ആക്ട് ആസ് എ മോണിറ്റർ ഓഫ് ഇൻഫർമേഷൻ, ഡിസെമിനേറ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് സ്പോക്സ് പേഴ്സൺ. അതായത് ഈ ഒരു റോളിൽ പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷനിലെ മാനേജർ ഇൻഫോർമേഷൻ എല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ എങ്ങോട്ടൊക്കെയാണോ ഡിസെമിനേറ്റ് ചെയ്യുന്ന, അതായത് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസെമിനേറ്റർ എന്നുള്ള രീതിയിൽ ആ ഒരു റോൾ അവിടെ പ്ലേ ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്പോക്സ് പേഴ്സൺ ആയിരിക്കണം എന്നതുമാണ് പറയുന്നത്. സ്പോക്സ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മാനേജർ മറ്റുള്ള, അതായത് ഓർഗനൈസേഷന് ഔട്ട്സൈഡേഴ്സുമായിട്ട് എന്തെങ്കിലും ഡീലിങ്സ് വരുന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ അയാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുന്ന ആളായിരിക്കണം മാനേജർ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസിഷണൽ റോളിലേക്ക് പോവാം. ഇൻ ദിസ് റോൾ മാനേജർ ഒക്യുപ്പൈസ് എ സെൻട്രൽ പൊസിഷൻ ഇൻ ദി ഓർഗനൈസേഷൻ ഡ്യൂ ടു ഹിസ് യുണീക് പൊസിഷൻ ടു അസസ് ഇൻഫർമേഷൻ ആൻഡ് സ്പെഷ്യൽ പൊസിഷൻ ആൻഡ് അതോറിറ്റി ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ മാനേജറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു പൊസിഷനാണ്, അതായത് മറ്റവർക്ക് പകരം വെക്കാൻ പറ്റാത്തൊരു പൊസിഷനാണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ പൊസിഷനാണ് ഇദ്ദേഹം ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ മാനേജർക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റുക, ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ അതോറിറ്റിയും കാര്യങ്ങളും ഒരു സ്പെഷ്യൽ പൊസിഷനൊക്കെ ഉള്ളത് മാനേജർക്കായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റിയും ആർക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക, മാനേജർക്കായിരിക്കും ഉണ്ടാവുക എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാനേജർക്ക് മെയിനായിട്ട് 4 ഡിസിഷണൽ റോൾസ് ആയിരിക്കും അവിടെ പ്ലേ ചെയ്യുന്നുണ്ടാവുക. ഒന്നാമത് ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ, രണ്ടാമത്തേത് ഒരു സ്റ്റെബിലൈസർ എന്നുള്ള രീതിയിൽ, ദെൻ റിസോഴ്സ് അലോക്കേറ്റർ, അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് റോൾ. ഓക്കെ, അപ്പോൾ അതായത് ആ ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എന്തൊക്കെയാണോ ആ ഡിസിഷൻ മേക്കിംഗ് നടത്താനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്, ആ ഒരു റോളും മാനേജർക്ക് തന്നെയാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡു യു തിങ്ക് മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ്, ഗീവ് ജസ്റ്റിഫിക്കേഷൻസ് ഫോർ യുവർ ആൻസർ. മാനേജ്മെൻറ്റ് സയൻസ് ആണോ എന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി യെസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാനേജ്മെൻറ്റ് ഈസ് കൺസിഡർഡ് ആസ് സയൻസ്. ഇതിന് ഒരു സയൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കൊണ്ടാണ്? ഇറ്റ് ഇൻവോൾവ്സ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ്, തിയറീസ് ആൻഡ് മെത്തഡോളജീസ്. ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് ഓപ്റ്റിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും തിയറീസും മെത്തഡോളജീസും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനെപ്പറ്റിയൊക്കെയുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയും എല്ലാം അതും കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സയൻസ്. അപ്പോൾ ഈ സയൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ഔട്ട് ചെയ്യുക, ചെറിയ എക്സ്പ്ലനേഷനും കൊടുക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു നോളജ് ഇതിൽ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് ഇപ്പോൾ മാനേജ്മെൻറ്റ് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഡിസിഷൻ എന്ന് പറയുന്നത് എടുക്കുന്നത്. അതുപോലെ ഈ മാനേജ്മെൻറ്റിനുള്ളിൽ ഒരുപാട് പ്രിൻസിപ്പിൾസും തിയറീസും ഒക്കെ തന്നെ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഓരോ സിറ്റുവേഷനിലും അപ്ലൈ ചെയ്യുന്നുമുണ്ട്.
ദെൻ ഈ പ്രിൻസിപ്പിൾസും തിയറീസും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ വേരിയബിൾസിനൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റെപ്ലിക്കേഷൻ ചെയ്യാൻ, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് കോപ്പി ചെയ്യാനായിട്ടും ടെസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതായത് നമുക്ക് തിയറീനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു തിയറി എന്ന് പറയുന്നത് കറക്റ്റാണോ, ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കറക്റ്റാണോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് കൂടി എൻഷുർ ചെയ്യുന്നൊരു കാര്യമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ റീസൺസ് ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സയൻസ് എന്ന് പറയാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ഓർഗനൈസിങ് പ്രോസസ്സ്. ഓർഗനൈസിങ് പ്രോസസ്സിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ സ്റ്റെപ്സ് എഫക്റ്റീവായിട്ടുള്ളൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഓർഗനൈസിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സൊക്കെ ഒന്ന് എഴുതുക. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ദ വർക്ക്സ്. ആ ഒരു ഓർഗനൈസേഷനുള്ളിൽ എന്തൊക്കെ വർക്ക്സ് ഉണ്ടെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, ഒരു സിമിലർ നേച്ചറിലുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യുക. ദെൻ അതിനുശേഷം ഒരു ഹയറാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, അതായത് അതിൽ ടോപ്പ് ലെവലിൽ ആരൊക്കെയാണ്, മിഡിൽ ലെവലിൽ ആരൊക്കെയാണ്, ലോവർ ലെവലിൽ ആരൊക്കെയാണ്, എങ്ങനെയാണ് അവിടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതും അതോറിറ്റി എന്ന് പറയുന്നത് പാസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ടോപ്പ് ടു ബോട്ടം ആണോ അല്ലെങ്കിൽ ബോട്ടം ടു ടോപ്പ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ഹയറാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ടോപ്പ് ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഈ വർക്കെല്ലാം തന്നെ കോർഡിനേഷൻ ചെയ്യുക. ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്സായിട്ട് പറയുന്നത്. എങ്ങനെയാണ് നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എഫക്റ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഓർഗനൈസിങ് പ്രോസസ്സ് ഡയറക്റ്റ്ലി ഷേപ്സ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതായത് ഈ ഓർഗനൈസേഷൻ പ്രോസസ്സിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും റോൾസ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിലേഷൻഷിപ്സ് റിപ്പോർട്ടിങ് ചെയ്യേണ്ടതൊക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എസെൻഷ്യലി ക്രിയേറ്റിംഗ് എ ക്ലിയർ ഫ്രെയിംവർക്ക് ഫോർ ഹൗ വർക്ക് ഈസ് ഡിവൈഡഡ് ആൻഡ് കോർഡിനേറ്റഡ് അക്രോസ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ലെവൽസ്. ഇവിടെ പറയുന്നത് എന്താണ്, ഒരു വർക്ക് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലും ലെവൽസിലൊക്കെ ചെയ്യുന്ന ഈ വർക്കുകൾ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെയുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് കൂടി ഈ ഒരു സ്റ്റെപ്സിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സിൽ കൂടി ഫ്രെയിം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസിങ് പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. അതുപോലെ വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ലൈൻ ഓർഗനൈസേഷൻ. ഈ ഒരു സ്ട്രക്ചർ പ്രകാരം അതോറിറ്റി ഈസ് വെൽ ഡിഫൈൻഡ് ആൻഡ് ഇറ്റ് ഫ്ലോസ് വെർട്ടിക്കലി ഫ്രം ദ ടോപ്പ് ടു ദി ഹയർ ലെവൽ ടു ദി മാനേജറിയൽ ലെവൽ. അപ്പോൾ ഇവിടെ അതോറിറ്റി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വെൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. ഓക്കെ, അതായത് ആർക്കാണ് അവിടെ ടോപ്പ് അതോറിറ്റി ഉള്ളത്. ഓക്കെ, ഇനി ഈ അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, വെർട്ടിക്കലായിട്ടാണ്, ഫ്രം ദി ടോപ്പ് ടു ദി ബോട്ടം എന്നാണ് പറയുന്നത്. ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് മിഡിൽ ലെവൽ മാനേജേഴ്സിലേക്ക് ഹയറാർക്കി പാസ് ചെയ്യുന്നു. ദെൻ മാനേജറിയൽ ലെവലിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക്, ഏറ്റവും ബോട്ടത്തിലുള്ള സബോർഡിനേറ്റ്സിലേക്ക് അത് പാസ് ചെയ്യുന്നു. ആ രീതിയിലാണ് ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്കാണ് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് കണ്ടിന്യൂസ് ഫർദർ ടു ദി വർക്കേഴ്സ് ടിൽ ദ എൻഡ്. അതായത് സബോർഡിനേറ്റ്സിൽ നിന്നും പിന്നെ വർക്കേഴ്സിലേക്ക് ആ ഒരു രീതിയിലാണ്, ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ആ ഒരു രീതിയിലാണ് അതോറിറ്റി ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് ലൈൻ ഓർഗനൈസേഷൻ. ഇനി ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നതോ, ലൈൻ ഓഫ് അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നും താഴേക്കാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്പെഷ്യലൈസ്ഡ് ആൻഡ് സപ്പോർട്ടീവ് സർവീസസ് ഡു നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ദിസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ എന്തുണ്ടാവില്ല, സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള സർവീസസ് ഒന്നുമില്ല. ഏറ്റവും സുപ്പീരിയർ ഓഫീസേഴ്സ് എന്ത് പറയുന്നോ അതെന്ത് ചെയ്യുക, സബോർഡിനേറ്റ്സ് അത് ഒബേ ചെയ്യുക, താഴെയുള്ളവരത് ഒബേ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഈച്ച് സബോർഡിനേറ്റ് ഗെറ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഹിസ് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. അതുപോലെ ഓരോ സബോർഡിനേറ്റിനും ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അയാളുടെ സുപ്പീരിയർ ആരാണോ ആ സുപ്പീരിയർ ഓഫീസറുടെ കയ്യിൽ നിന്നായിരിക്കും ഇൻസ്ട്രക്ഷൻസ് കിട്ടുക. അത് ഒബേ ചെയ്തുകൊണ്ടായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ദർ എക്സിസ്റ്റ് പ്രോപ്പർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ,
ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ചാനലുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്കാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ചാനലുണ്ട് എന്നതാണ് പറയുന്നത്. ചോദിച്ചിരിക്കുന്നത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ അതോറിറ്റേറിയൻ, ഡെമോക്രാറ്റിക് ആൻഡ് ലൈസസ് ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ. ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് തമ്മിലൊന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ മീനിങ് ആദ്യമേ ഒന്ന് നോക്കാം. അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈലിൽ ലീഡർ മേക്സ് ഡിസിഷൻസ് എലോൺ ആൻഡ് എക്സ്പെക്ട് സബോർഡിനേറ്റ് ടു ഫോളോ ഓർഡർ സ്ട്രിക്ട്ലി. അപ്പോൾ അതോറിറ്റേറിയൻ എന്ന് പറയുമ്പം ലീഡർ അവിടെ ഉദ്ദേശിക്കുന്നത് ലീഡർ തന്നെ ഡിസിഷൻസ് എല്ലാം എടുക്കുക, ബാക്കിയുള്ള അയാളുടെ താഴെ വരുന്ന സബോർഡിനേറ്റ്സ് എല്ലാം തന്നെ ആ ഓർഡേഴ്സ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഡെമോക്രാറ്റിക്കിൽ വന്നിട്ട് അങ്ങനെയല്ല. ലീഡർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ടീം മെമ്പേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഒപ്പീനിയൻസിനും കൂടി വാല്യൂ ചെയ്തുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്ന ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിനെയാണ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. ലൈസസ് ഫെയറിൽ ലീഡർ ഗിവ്സ് ഫുൾ ഫ്രീഡം ടു സബോർഡിനേറ്റ്സ്. ഇവിടെ ലീഡർക്ക് പ്രത്യേകിച്ച് ഒരു റോളില്ല. അതായത് അവിടെ ലീഡർ അവിടെ എന്ത് ചെയ്യാണ്, അയാളുടെ സബോർഡിനേറ്റ്സിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുകയാണ്. ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഒരു സ്റ്റൈലാണ് ലൈസസ് ഫെയർ ലീഡർഷിപ്പ്. അതോറിറ്റേറിയൻ സ്റ്റൈലിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആണ്. അതായത് ലീഡർക്കാണ് അവിടെ ഫുൾ കൺട്രോൾ ഉള്ളത്. ഡെമോക്രാറ്റിക്കിൽ വന്നിട്ട് ഷെയർഡ് ആണ് അല്ലേ. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കളക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ലീഡറും അതുപോലെ തന്നെ ടീം മെമ്പേഴ്സും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. സോ ഷെയർഡ് ഡിസിഷൻസ് ആണ് അവിടെ ഉണ്ടാവുക. ലൈസസ് ഫെയറിൽ വന്നിട്ട് ഡീസെൻട്രലൈസ്ഡ് ആണ്. അതെന്താണ്, ഡിസിഷൻസ് എല്ലാം തന്നെ എംപ്ലോയീസ് ആണ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് ആണ് എടുക്കുന്നത്. സോ ലീഡർ എന്ത് ചെയ്യുന്നു, ലീഡറിൻ്റെ കയ്യിലുള്ള അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സബോർഡിനേറ്റ്സിന് വേണ്ടി അയാൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അതായത് ഇവിടെ എങ്ങനെയാണ്, അതോറിറ്റേറിയനിൽ വന്നിട്ട് ഹൈ ആയിട്ടുള്ള കൺട്രോൾ അവിടെ ഉണ്ടായിരിക്കും. അതായത് ലീഡറിൻ്റെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷനും ഡിസിപ്ലിനും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. ഡെമോക്രാറ്റിക്കിൽ വന്നിട്ട് ഒത്തിരി ഹൈ ആയിട്ടുള്ള ഒരു കൺട്രോൾ അവിടെ ഉണ്ടായിരിക്കില്ല, മോഡറേറ്റ് ആയിരിക്കും. അതായത് ലീഡർ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പക്ഷേ അറ്റ് ദ സെയിം ടൈം സബോർഡിനേറ്റ്സിന് അവിടെ കുറച്ച് ഫ്രീഡം ഉണ്ട്. അവർക്കും കൂടി ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരുടെ ഒപ്പീനിയൻസും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങളിൽ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് അവിടെ ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. സോ മോഡറേറ്റ് ആയിട്ടുള്ളൊരു കൺട്രോൾ മാത്രമേ അവിടെ ഉള്ളൂ. ലൈസസ് ഫെയറിൽ വന്നിട്ട് മിനിമൽ ആയിട്ടുള്ള കൺട്രോൾ മാത്രമേ അവിടെ ഉള്ളൂ. അതായത് അവിടെ ലീഡർ കംപ്ലീറ്റ് ഫ്രീഡവും കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ലീഡറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇൻ്റർഫിയറൻസോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഇനി പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആണ്. കമ്മ്യൂണിക്കേഷൻ ഫ്ലോ വെച്ച് നോക്കുന്ന സമയത്ത് അതോറിറ്റേറിയനിൽ വന്നിട്ട് വൺ വേ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉള്ളൂ. അതായത് ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, ലോവർ ലെവലിലുള്ള ആൾക്കാർ അത് ഒബേ ചെയ്യുന്നു. ഡെമോക്രാറ്റിക്കിൽ അങ്ങനെയല്ല, ടു വേ കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ ആണ്. കാരണം അവിടെ ലീഡറും മെമ്പേഴ്സും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. സോ ടു വേ കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ ആണ്. ലൈസസ് ഫെയറിൽ വന്നിട്ട് ഫ്രീ ഫ്ലോ എമംഗ് മെമ്പേഴ്സ്. അതായത് ഇവിടെ മെമ്പേഴ്സിനാണ് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, മെമ്പേഴ്സിന് അവിടെ ഒരു നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഫ്രീ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ ആവുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഷോർട്ടായിട്ട് ഇതിനെ നോക്കുകയാണെങ്കിൽ അതോറിറ്റേറിയനിലെ കീ ഫീച്ചർ എന്ന് പറയുന്നത് ലീഡർ സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ് അപ്രോച്ചാണത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലുമാണ്. ഇനി അവിടെ ഹൈ കൺട്രോളാണുള്ളത്. ഇനി ഈ പറയുന്ന അതോറിറ്റേറിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഏതൊക്കെ ഫീൽഡിലാണ് നമുക്ക് ബെസ്റ്റ് ആവുക, അതായത് എവിടെയൊക്കെയാണോ നമുക്ക് ക്വിക്ക് ആക്ഷൻ പോസിബിൾ ആവേണ്ടത്, അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒത്തിരി സ്കില്ലൊന്നും ഇല്ലാത്ത ടീം മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ അതോറിറ്റേറിയൻ സ്റ്റൈലായിരിക്കും നന്നായിട്ടുണ്ടാവുക. ഇനി ഡെമോക്രാറ്റിക്കിൽ വന്നിട്ട് ടീം പാർട്ടിസിപ്പേഷനാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അല്ലേ. ടീമിനും കൂടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇത് ഏത് കേസിലാണ് സ്യൂട്ടബിൾ ആവുക, സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ. ഇനി ലൈസസ് ഫെയറിൽ വന്നിട്ട് ലൈസസ് ഫെയറിൻ്റെ കീ ഫീച്ചർ എന്ന് പറയുന്നത് ഫുൾ ഫ്രീഡമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫുൾ ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്, മിനിമൽ കൺട്രോൾ മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ഇത് ഏതൊരു സിറ്റുവേഷനിലാണ് ബെസ്റ്റ് ആവുക, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ഉള്ള ടീം മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ലൈസസ് ഫെയർ. ഇനി മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി എന്താണെന്ന് നോക്കാം. നമുക്ക് മോട്ടിവേഷൻ തിയറിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു നീഡ് ഹൈറാർക്കി തിയറി പ്രകാരം അദ്ദേഹം ഒരു 5 കാറ്റഗറീസ് ഓഫ് ഹ്യൂമൻ നീഡ്സ് ആണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് 5 തരത്തിലാണ് ഹ്യൂമൻ നീഡ്സ് ഉള്ളത് എന്നത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ നീഡ്സ് ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഹൈറാർക്കി തിയറി എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു പിരമിഡ് ഓഫ് നീഡില്ലേ, ആ ഒരു ചാർട്ട് വരയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അത് പഠിക്കാൻ സിമ്പിളാണ്. സോ അത് നമ്മൾ ആ ഒരു പിരമിഡ് വരച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫിഗർ ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഏറ്റവും ബേസായിട്ട് വരുന്ന, അതായത് ഈ പിരമിഡിന് ഏറ്റവും താഴെ വരുന്ന നീഡ്സിന് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ് അല്ലെങ്കിൽ ബേസിക് നീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ബേസിക്കായിട്ട് വേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഫുഡ്, വാട്ടർ, വാംത്ത്, റെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനെയൊക്കെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അടുത്ത ലെവൽ ഓഫ് നീഡ് എന്ന് പറയുന്നത് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി സെക്യൂരിറ്റി വേണം, ജോബ് സെക്യൂരിറ്റി വേണം, സേഫ്റ്റി വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അതിനെയാണ് സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 നീഡ്സിനെയും നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇനി സേഫ്റ്റി നീഡ്സ് കഴിഞ്ഞാൽ അടുത്ത ഒരു ഹയർ ലെവലിൽ വരുന്ന നീഡ്സാണ് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്. സോഷ്യൽ നീഡ്സ് എന്ന് നമ്മളിതിനെ പറയും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ ലവ് നീഡ്സ്, ബിലോങ്ങിങ്നെസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അതിനും മേലെ വരുന്ന ഹയർ ലെവൽ ഓഫ് നീഡ്സിനെ നമ്മൾ സെൽഫ് എസ്റ്റീം നീഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊരു പ്രസ്റ്റേജ് വരിക. ഓക്കെ, നമ്മളൊന്ന് അക്കംപ്ലിഷ്മെൻ്റ് എന്നുള്ള ഒരു ഫീലിങ്സ് നമുക്ക് വരിക. അതിനൊക്കെയാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. സൊസൈറ്റിയിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവുക. ഓക്കെ, ഒരു പ്രസ്റ്റേജ് ഉണ്ടാവുക, നമുക്ക് അപ്രീസിയേഷൻ കിട്ടുക. ഇനി ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന നീഡിനെ മാസ്ലോ ഏറ്റവും ടോപ്പായിട്ട് വെച്ചിരിക്കുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പം അച്ചീവിങ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ ഇൻക്ലൂഡിങ് ക്രിയേറ്റീവ് ആക്ടിവിറ്റി. അതായത് ഒരു വ്യക്തിക്ക്, ഒരു ഇൻഡിവിജ്വലിന് മാക്സിമം ഏത് ലെവൽ വരെ പോകാൻ പറ്റുക, അയാളുടെ മാക്സിമം പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തതെന്ന് പറയുന്നത് കീ ട്രേറ്റ്സ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ട്രേറ്റ് തിയറി. അതായത് ട്രേറ്റ് തിയറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കീ പോയിൻറ്റ്സ്, കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലീഡർഷിപ്പ് തിയറിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ട്രേറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഐഡൻറ്റിഫൈങ് സ്റ്റേബിൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ദാറ്റ് ആർ കൺസിസ്റ്റൻറ്റ് അക്രോസ് സിറ്റുവേഷൻസ്. അതായത് ഒരു ലീഡർ പല സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ സിറ്റുവേഷൻസിലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അയാൾക്ക് കൺസിസ്റ്റൻ്റ് ആയി ഫിക്സഡ് ആയിട്ട് വരുന്ന അയാളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സ്റ്റേബിൾ ആയിട്ടുള്ള അയാളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെയാണ് നമ്മൾ ട്രേറ്റ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്ന സമയത്ത് അയാളുടെ കുറച്ച് എന്താ പറയുക, പെർമനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അയാളുടെ സ്റ്റേബിളായിട്ടുള്ള, സ്ഥിരമായിട്ട് വരുന്ന ഈ പറയുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഫോക്കസ് ചെയ്യുന്ന ഒരു തിയറിയാണ് ട്രേറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. അതായത് നമ്മൾ പുതിയൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഓപ്പൺനെസ്സോടുകൂടി നമ്മൾ ലീഡർ സ്വീകരിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം കോൺഷ്യസ് ആണ്, എക്സ്ട്രാവേർഷൻ എത്രത്തോളം ഉണ്ട്, നമ്മൾ എത്രത്തോളം എഗ്രിയബിൾ ആവുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത്. ട്രേറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പേഴ്സണുള്ളിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾക്കിപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറിൽ ചെറിയ വേരിയേഷൻസ് വരാം. ഓക്കെ, ഒരു ചില സാഹചര്യങ്ങളിൽ ഒരു പരിധി വരെ അതിൽ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. അതായത് നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയിൽ ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് വരാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും ബേസിക്കായിട്ട് ഓരോ പേഴ്സണും ഒരു കുറച്ച് ബേസിക്കായിട്ട് ഒരു ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സോ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, അതിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളമാണ്, അങ്ങനെ ഒരാളുടെ ഇതിൽ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ട്രേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ട്രേറ്റ് തിയറിയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബാരിയേഴ്സ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ട്, അതാണ് ചോദിച്ചിരിക്കുന്നത്.
കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്മിറ്റിംഗ് നോൺ വെർബൽ ആൻഡ് വെർബൽ ഇൻഫർമേഷൻ ഇൻ എ ചാനൽ ദാറ്റ് ഇൻക്ലൂഡ്സ് സെൻഡർ, മീഡിയം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിസീവർ. ഒരു സെൻഡർ റിസീവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വെർബൽ ഇൻഫർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ വെർബൽ ഇൻഫർമേഷൻ ആയിരിക്കാം. ഇനി ഒരു ചാനൽ വഴി, ഒരു മീഡിയം വഴിയായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് സെൻഡർ ഉണ്ടായിരിക്കും, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു മീഡിയം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു റിസീവർ ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഫോൺ കോൾ ചെയ്തിട്ട് ഒരാളെ ഒരു കാര്യം ഇൻഫോം ചെയ്യുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫോൺ കോൾ ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് പറയും? അതായത് മെസ്സേജ് പാസ് ചെയ്യുന്ന ആളെ സെൻഡർ എന്നാണ് പറയുന്നത്. ഇനി നമ്മളവിടെ ഫോൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മീഡിയം എന്ന് പറയുന്നത്. ദെൻ ആർക്കാണോ നമ്മൾ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ അത് റിസീവ് ചെയ്യുന്നത്, അവരെ നമ്മൾ റിസീവർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരാൾ മറ്റൊരാളിലേക്ക് ഇൻഫർമേഷൻ, ഐഡിയാസ്, ഒപ്പീനിയൻസ്, ഇമോഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷനിൽ കുറേ ബാരിയേഴ്സ്, തടസ്സങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, എലിമിനേറ്റിംഗ് ഡിഫറൻസസ് ഇൻ പെർസെപ്ഷൻ. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ എന്ത് കൊണ്ടുവരിക? ഈ പെർസെപ്ഷനിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു സെൻഡർ പറയുന്ന അതേ സെൻസിൽ തന്നെ റിസീവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ യൂസ് ഓഫ് സിമ്പിൾ ലാംഗ്വേജ്. സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് വെച്ചാൽ അവിടെ എന്താണ്? കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ബാരിയർ വരില്ല. ഇനി അതുപോലെ തന്നെ റിഡക്ഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് നോയ്സ് ലെവൽസ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അത് ആ ഒരു മെസ്സേജ് ക്ലിയർ ആവില്ല. അപ്പോൾ നോയ്സ് എന്ന് പറയുന്നത് മാക്സിമം റിഡ്യൂസ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്നതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് റിസീവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക. സെൻഡർ എന്താണോ പറയുന്നത്, എന്ത് ഇൻഫർമേഷനാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ആക്റ്റീവായിട്ട് ഒന്ന് ലിസണിങ് ചെയ്യുക. ദെൻ കൺസിഡർ ദ ഇമോഷണൽ സ്റ്റേറ്റ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ രണ്ട് പാർട്ടീസും അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ്, ഇമോഷണൽ ആയിട്ടുള്ള അവരുടെ കണ്ടീഷൻ എന്താണ്, സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഒന്ന് കൺസിഡർ ചെയ്യുക. ദെൻ അവോയ്ഡ് ഇൻഫർമേഷൻ ഓവർലോഡ്. അതുപോലെ തന്നെ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഇൻഫർമേഷൻസ് കൊടുത്താലും നമുക്ക് എന്താണ്, എല്ലാം നമുക്ക് ഓർത്ത് വയ്ക്കാൻ സാധിക്കില്ല. സോ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത് കുറയ്ക്കുക. പ്രോപ്പറായിട്ടുള്ളൊരു മീഡിയം വഴിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷനിലും നമുക്ക് ഏത് മീഡിയം വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു റിസീവറിലേക്ക് നമുക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് മീഡിയ വേണമെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക. അല്ലേ, സെൻറ്റർ ഇപ്പോൾ ഒരു കാര്യം ഇൻഫോം ചെയ്തു, റിസീവർക്ക് അത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് അയാളുടെ ഫീഡ്ബാക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ അയാളുടെ ഫീഡ്ബാക്ക് കൂടി കളക്ട് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും.